കായംകുളത്തെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ചികിത്സാ സഹായം അടിച്ചുമാറ്റിയ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയോഗിച്ച 3-അംഗ കമ്മീഷൻ കായംകുളത്തെത്തി തെളിവെടുപ്പ് നടത്തി. റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി സമരം ചെയ്ത് പോലീസുമായുള്ള സംഘർഷത്തിനിടയിൽ പരിക്കേറ്റ കായംകുളം സ്വദേശിയായ മേഘാരഞ്ജിത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം സഹായധനമായി ലഭിച്ചുവെന്ന് പറയുന്ന പണം കിട്ടിയില്ല എന്ന പരാതി ഉന്നയിച്ചതോടെയാണ് സംഭവം വിവാദമാവുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പണസമാഹരണം നടത്തിയത്. മേഘാരഞ്ജിത്തിന് കൈമാറി എന്ന പോസ്റ്റിന്റെ അടിയിൽ മേഘ തന്നെ തനിക്ക് പണം ലഭിച്ചില്ല എന്ന പരാതി ഉന്നയിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് വഴിവെക്കുകയും അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കായംകുളത്തെത്തി മേഘാരഞ്ജിത്തിൽ നിന്നും അരിത ബാബുവിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. ഒപ്പം കായംകുളത്ത് മറ്റു ചില നേതാക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഇതിന്റെ സമഗ്രമായ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറും. പണം പിരിച്ചില്ല എന്നും അരിത ബാബു പണം അടിച്ചുമാറ്റിയില്ല എന്നുമുള്ള റിപ്പോർട്ടാണ് നിലവിൽ കമ്മീഷൻ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇരു കൂട്ടരുടെയും പരാതി പരിഹരിച്ചു എന്ന നിലയിൽ തന്നെയാവും മുന്നോട്ടു പോക്ക്. എന്നാൽ ചികിത്സയ്ക്ക് ശേഷം തന്റെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി എന്ന മേഘാരഞ്ജിത്തിന്റെ പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിവാദമുന്നയിച്ച മേഘാരഞ്ജിത്തിന് വേണ്ട സഹായം ലഭിക്കില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. പകരം റിപ്പോർട്ട് സമർപ്പിച്ച് വിവാദം ഒഴിവാക്കാനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പേരിൽ ആർക്കെതിരെയും നടപടി ഉണ്ടാകാനും സാധ്യതയില്ല. കൈരളി ന്യൂസ്, ആലപ്പുഴ.